ഹലോ ഓൾ, വെൽക്കം ടു കേരള സ്റ്റോക്ക് മാർക്കറ്റ് ഗൈഡ്. അപ്പം എല്ലാ ആഴ്ചയും ചെയ്യുന്ന പോലെ തന്നെ ഈ ആഴ്ചയിലെ വീക്ക്ലി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ആദ്യം തന്നെ നമ്മൾ ഒരു ഡിസ്ക്ലൈമർ പറയുകയാണ്. ഇതൊരു സ്റ്റോക്ക് റെക്കമെൻഡേഷൻ വീഡിയോ അല്ല, മറിച്ച് ഇത് ഞാൻ ഓൾറെഡി എൻട്രി എടുത്തിട്ടുള്ള സ്റ്റോക്സാണ് ഞാൻ ഈ ഡിഫൈൻ ചെയ്യുന്നത്. അതിൻ്റെ പ്രൈസ് ആക്ഷൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതും ഞാൻ ഓൾറെഡി എൻട്രിയിലുള്ള സ്റ്റോക്കുകളാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ തന്നെ സ്റ്റിൽ ഗുഡ് ടു അക്യുമുലേറ്റ് എന്ന് എനിക്ക് തോന്നുന്ന സ്റ്റോക്സ് തിരഞ്ഞെടുത്തിട്ടാണ് ഞാൻ ഒരു വീക്ക്ലി വീഡിയോ കണ്ടന്റായിട്ട് ചെയ്യുന്നത്. സോ ഇതൊരു റെക്കമെൻഡേഷനായിട്ട് കണക്കാക്കാതെ ഒരു പ്രൈസ് ആക്ഷൻ ലേണിംഗ് ഒരു കണ്ടന്റായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ഞാൻ എങ്ങനെ സ്റ്റോക്ക് മാർക്കറ്റിനെ സമീപിക്കുന്നു എന്നുള്ള ഒരു ഓവറോൾ വ്യൂ പറയുന്നതായിട്ട് മാത്രം കണക്കാക്കി നിങ്ങൾ ഇതിനെ ഒരു റിസർച്ച് പർപ്പസ് ആയിട്ട് ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ സ്റ്റോക്ക് മാർക്കറ്റിലെ ഞാൻ തിരഞ്ഞെടുത്ത സ്റ്റോക്സിലേക്ക് പോകും മുന്നേ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ മാർക്കറ്റിനെ സമീപിക്കുമ്പോൾ ഒരു 5 ദിവസം നിങ്ങൾക്ക് സ്റ്റോക്കിൽ റിട്ടേൺ തന്നില്ല എന്ന് പറഞ്ഞ് സ്വിംഗ് ട്രേഡിങ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഉടനെ അതിനെ ലോസ് ബുക്ക് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് പോകാതെ അതിനെ മാർക്കറ്റിൻ്റെ കണ്ടീഷൻ അനുസരിച്ച് വിലയിരുത്തുക, പ്രോപ്പറായിട്ടുള്ള ഒരു പുൾ ബാക്കിനുള്ള അവസരങ്ങൾ കൊടുക്കുക. മാർക്കറ്റ് ഒരിക്കലും പോകുന്നത് നിങ്ങൾ പലരും കരുതുന്നത് മാർക്കറ്റ് ഇങ്ങനെ അപ്സൈഡ് പോകുന്നതാണ്. അങ്ങനെയൊന്നുമല്ല. മാർക്കറ്റ് വരുന്നു, താഴോട്ട് വരുന്നു, ആൻഡ് അവിടെ നിന്ന് വീണ്ടും ഡിമാൻഡ് എടുക്കുന്നു, വീണ്ടും വരുന്നു. അങ്ങനെ മാർക്കറ്റിനൊരു ഫേസ് ഉണ്ട്. മാർക്കറ്റ് പതുക്കെ മാത്രമേ പല സ്റ്റോക്സ് മൂവ് ചെയ്യത്തുള്ളൂ. വളരെ ചില സ്റ്റോക്സ് മാത്രം എക്സ്പ്ലോസീവ് ആയിട്ടുള്ള മൂവ്മെന്റ്സ് തന്ന് നമ്മുടെ പ്രോഫിറ്റ് പെട്ടെന്ന് എടുക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും ക്ഷമയോടെ മാർക്കറ്റിനെ സമീപിക്കുക, റിസ്ക് റിവാർഡ് ശ്രദ്ധിക്കുക, അതിന് പെർഫോം ചെയ്യാനുള്ള സമയം കൊടുക്കുക ഓരോ സ്റ്റോക്കിലും. ഓക്കെ, അടുത്ത് നമ്മൾ നിഫ്റ്റി ഒന്ന് നോക്കിയ ശേഷം നമുക്ക് സ്ട്രെയിറ്റ് സ്റ്റോക്സിലേക്ക് പോകാം. നിഫ്റ്റി നമ്മുടെ പ്രീ മാർക്കറ്റ് സെഷനൊക്കെ കാണുന്ന ആളുകൾക്കാണെങ്കിൽ വ്യക്തമായിട്ട് അറിയാം. നിഫ്റ്റി ഇന്നലെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു കൺസോൾട്ടേഷൻ ബ്രേക്ക് ചെയ്തു, ആൻഡ് ഒരു മദർ ക്യാൻഡിൽ ബ്രേക്ക് ചെയ്താണ് ഈ സ്റ്റോക്ക് അപ്സൈഡ് പോയിരിക്കുന്നത്. ഓക്കെ, ഈ ഒരു റെഡ് ക്യാൻഡിലിൻ്റെ ഉള്ളിലായിരുന്നു കഴിഞ്ഞ ഒരു 5-6 ദിവസമായിട്ട് ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. ഈ റെഡ് ക്യാൻഡിലിൻ്റെ ഉള്ളിൽ ആൻഡ് മാർക്കറ്റ് അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ഇൻസൈഡ് ബാർ ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നു. ആൻഡ് ഇന്നലെ മാർക്കറ്റ് അതൊന്ന് ബ്രേക്ക് ചെയ്തു. ബട്ട് രസകരമായ കാര്യം എന്ന് പറഞ്ഞാൽ അത് ലാർജ് ക്യാപ് സ്റ്റോക്സിലോട്ടായിരുന്നു മാർക്കറ്റിലെ ഫണ്ട് മൊത്തം പോയതെന്നാണ് എൻ്റെ ഒരു ഊഹം. കാര്യം എന്ന് പറഞ്ഞാൽ പല സ്റ്റോക്സിലും പെർഫോം ചെയ്യുന്ന സ്മോൾ ക്യാപ് മിഡ് ക്യാപ് സ്റ്റോക്സ് ഒന്നും പെർഫോം ചെയ്യുന്നത് വളരെ കുറവായിരുന്നു. സോ എനിക്ക് തോന്നുന്നത് മാർക്കറ്റിലെ സ്റ്റോക്സ്, അതായത് ഫണ്ട് FIIസിൻ്റെയും DISൻ്റെയും ഫ്ലോ പൊയ്ക്കൊണ്ടിരുന്നത് ലാർജ് ക്യാപ് സ്റ്റോക്സ് ആയിരിക്കും. അത് പറയാൻ കാര്യമെന്ന് പറഞ്ഞാൽ റിലയൻസ് എൻ്റെ വാച്ച് ലിസ്റ്റിലുണ്ടായിരുന്ന സ്റ്റോക്കാണ്, ഞാൻ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ റിലയൻസ് നല്ല രീതിയിൽ ഇന്നലെ പെർഫോം ചെയ്തു. ഈ ഒരു ഡിമാൻഡ് ഏരിയയിൽ നിന്നും റിലയൻസ് പെർഫോം ചെയ്തിട്ടുണ്ട്. ഇതിലൊരു മൈനറായിട്ടൊരു എക്സാമ്പിളാണ് ICICI ബാങ്ക്. അങ്ങനത്തെ സ്റ്റോക്സ് ഒക്കെ പെർഫോം ചെയ്തു, മറിച്ച് സ്മോൾ ക്യാപ് സ്റ്റോക്സ് ഒന്നും പെർഫോം ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോൾ നമുക്കിനി കറക്റ്റ് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, ഫസ്റ്റ് സ്റ്റോക്ക് ഞാൻ സംസാരിക്കാൻ പോകുന്നത് RBL ബാങ്കാണ്. ഓക്കെ, അപ്പം നിഫ്റ്റിയുടെ ഒരു ഓൾ ഇൻഡെപ്ത് വീഡിയോ നമുക്ക് തിങ്കളാഴ്ച രാവിലെ പ്രീ മാർക്കറ്റ് സെഷനിൽ ഞാൻ പറയുന്നതായിരിക്കും. ഇത് എൻ്റെ ഫോക്കസ് ഉള്ള സ്റ്റോക്സ് മാത്രമാണ് പറയുന്നത്. ഓക്കെ, ഇത് ഞാൻ ഓൾറെഡി ഹോൾഡ് ചെയ്യുന്ന ലോ ലെവൽസിൽ നിന്ന് ഹോൾഡ് ചെയ്യുകയാണ്. ആൻഡ് ഇവിടെ 363 ലെവൽ റേഞ്ചിൽ ഇന്നലെ ഒരു കുറച്ച് ക്വാണ്ടിറ്റി ആഡ് ചെയ്തിട്ടുണ്ട്. ഭേദപ്പെട്ട റിസൾട്ട് നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. ഓക്കെ, RBL ബാങ്കിന്. അപ്പോൾ നിങ്ങളിവിടെ ശ്രദ്ധിക്കുക, RBL ബാങ്ക് ഒരു 380 റേഞ്ചിൽ റെസിസ്റ്റൻസ് ഫേസ് ചെയ്യുകയാണ്, ഒരു സെല്ലിംഗ് പ്രഷർ ഉണ്ടാവുകയാണ്. ആൻഡ് ഈ മാർക്കറ്റ് എവിടെ നിന്നാണ് വന്നതെന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. ഒരു 320-330 റേഞ്ചിൽ നല്ല രീതിയിൽ സ്റ്റോക്ക് ഒരു ഹേർഡിലുണ്ടായിരുന്നു. ബ്രേക്ക് ചെയ്യാൻ ഒരുപാട് കഷ്ടപ്പെട്ട ശേഷം ഈ ഒരു ഏരിയയിൽ നിന്നും ബ്രേക്ക് ചെയ്താണ് വന്നത്. ഓക്കെ, 330 റേഞ്ചിൽ നിന്നും ബ്രേക്ക് ചെയ്ത ഈ സ്റ്റോക്ക് അത്യാവശ്യം നല്ല റിവേഴ്സ് ചെയ്തു, ഡൗൺ സൈഡ് വന്നു, വീണ്ടും റിവേഴ്സ് ചെയ്തു, ആൻഡ് അങ്ങനെ മൂവ് ചെയ്യണം. നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ സ്റ്റോക്ക് ഈ ഒരു 254 റേഞ്ചിൽ നിന്ന് മോസ്റ്റ്ലി 30% റിട്ടേൺസ് വന്നിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു റേഞ്ചിൽ നിന്ന് 30% റിട്ടേൺസ് വന്നിട്ടുണ്ട്. ആ 30% റിട്ടേൺസ് തരാനായിട്ട് എത്ര ദിവസം അക്യുമുലേഷൻ നടന്നു, ആൻഡ് നോക്കി എത്ര തവണ താഴോട്ട് വന്നു. ഇത്രയും ഒരു ഹേർഡിൽ ഈ സ്റ്റോക്ക് ഫേസ് ചെയ്താണ് ഈ സ്റ്റോക്ക് 32% റിട്ടേൺ ഇപ്പം നിലവിൽ തന്നേക്കുന്നത് ഈ ഏരിയയിൽ നിന്ന്. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, സ്റ്റോക്സിൻ്റെ മൂവ്മെന്റ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അത് ഹോൾഡ് ചെയ്യാൻ മെന്റാലിറ്റി ഉള്ളവർക്ക് മാത്രമേ മാർക്കറ്റിൽ വിജയിക്കാൻ കഴിയത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ RBL ബാങ്ക് എടുത്ത് പരിശോധിക്കുമ്പോഴത്തേക്കും നിങ്ങളിവിടെ ശ്രദ്ധിക്കുക, മാർക്കറ്റ് 354 റേഞ്ചിൽ നിന്നാണ് വീണ്ടും റീട്രേസ് ചെയ്തത്. ഇതിൻ്റെ ഒരു പ്രോപ്പർ ഡിമാൻഡ് ഏരിയ ആയിട്ട് 320 റേഞ്ച് ആക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ താഴെ നിന്ന് ഹോൾഡ് ചെയ്യുന്ന ആളാണ്. സോ ഞാൻ ഇവിടെ വരുവാണെങ്കിൽ 320 റേഞ്ച് വരുവാണെങ്കിൽ ഞാൻ വീണ്ടും വാങ്ങാനാണ് എൻ്റെ ഡിസിഷൻ. ആൻഡ് നിലവിൽ 360 ഞാൻ കുറച്ച് ക്വാണ്ടിറ്റി ഒരു മൊമെന്റം ട്രേഡിങ്ങിന് വേണ്ടിയിട്ട്, അതായത് ഷോർട്ട് ടേം ആയിട്ട് വാങ്ങിയിട്ടുണ്ട്. ആൻഡ് ഈ ഒരു ഏരിയയിൽ നിന്ന് മാർക്കറ്റ് റിവേഴ്സ് ചെയ്യോ ഇല്ലയെന്ന് നമുക്ക് നോക്കാം. ഇല്ലാത്ത പക്ഷം ഞാൻ 330 റേഞ്ചിന് ഹോൾഡ് ചെയ്യും. ഞാൻ ഒരു 5-6 മാസത്തേക്കുള്ള ട്രേഡാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ആൻഡ് എൻ്റെ ടാർഗറ്റ് വന്നേക്കുന്നത് 380 ആൻഡ് 420 റേഞ്ചിലേക്ക് ഈ സ്റ്റോക്ക് മൂവ് ചെയ്യുന്നതാണ്. ഞാൻ ക്ഷമയോടെ കാത്തിരിക്കും. കാര്യം എനിക്ക് ഈസി മണി വേണ്ട, മാർക്കറ്റിന് പെർഫോം ചെയ്തുള്ള ഫണ്ട് മതി. അപ്പോൾ ഞാൻ അത്രയും കാത്തിരുന്ന് ഈ സ്റ്റോക്ക് 420 റേഞ്ച് വരെയൊക്കെ വാങ്ങാനായിരിക്കും ശ്രദ്ധിക്കുക. ഓക്കെ, അടുത്ത സ്റ്റോക്ക്
BLSC എന്ന് പറഞ്ഞ കമ്പനിയാണ്, BLSC സർവീസസ് എന്ന കമ്പനി. ആൻഡ് ഇതിൻ്റെ വീക്കിലി റേഞ്ചിലേക്ക് നമുക്കൊന്ന് പോകേണ്ടതായിട്ടുണ്ട്. മന്ത്ലി നിങ്ങൾ നോക്കുകയാണെങ്കിൽ 400 റേഞ്ചിൽ നിന്ന് വന്ന സ്റ്റോക്ക് 135 റേഞ്ച് വരെ വന്ന ശേഷം ഒരു കൺസോൾട്ടേഷൻ ഫേസിലേക്ക് പോയി. അവിടെ നിന്നും മന്ത്ലി ക്യാൻഡിൽ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു ബ്രേക്ക് ഔട്ട് ഉണ്ട്, വീക്കിലി ശ്രദ്ധിക്കുകയാണെങ്കിൽ അത്യാവശ്യം ബ്രേക്ക് ഔട്ട് ഉണ്ട്. ഓക്കെ, നിലവിൽ ഇത് മൊമെൻറ്റത്തിൽ നിൽക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഈ സ്റ്റോക്ക് മൊമെൻറ്റം തരികയാണ്. അപ്പോൾ 2 പോസിബിലിറ്റി ഇതിൽ ലോങ് ടേം പെർസ്പെക്റ്റീവ് ഉള്ളവർക്കുണ്ട്. ഒന്ന്, എനിക്കൊരു ലോങ് ടേം പെർസ്പെക്റ്റീവ് ഇതിലുണ്ടോ, തീർച്ചയായിട്ടും എനിക്ക് ഇതൊരു 200 റേഞ്ചിൽ വന്നാൽ നന്നായിരുന്നു എന്നുള്ള ഒരു ഫീലുണ്ട്. അപ്പോൾ ഞാൻ 200 റേഞ്ച് വരെയാണെങ്കിൽ വാങ്ങാനായിട്ട് എന്തായാലും ഇതിൽ ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് ഓൾറെഡി ഞാൻ ഇവിടെയാണ് വാങ്ങിയിരിക്കുന്നത്, 250 റേഞ്ചിൽ ഞാൻ വാങ്ങിയിട്ടുണ്ട്. ആൻഡ് ഇപ്പം നിലവിൽ നോക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതൊരു മൈനർ സപ്പോർട്ടായിട്ട് ഹോൾഡ് ചെയ്യുന്നത്. ഷോർട്ട് ടേം പെർസ്പെക്റ്റീവ് ഞാൻ പറയുകയാണ്. എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ 259 റേഞ്ചിൽ ഒരു മൈനർ സപ്പോർട്ട് എടുത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ 250 റേഞ്ചിലൊരെണ്ണം വാങ്ങിയിട്ടുണ്ട്, കുറച്ച് ക്വാണ്ടിറ്റി. ആൻഡ് ഞാൻ ഇനി ഒരു ഷോർട്ട് ടേം പെർസ്പെക്റ്റീവിൽ ഞാൻ നോക്കുന്ന ഫോക്കസ് എന്ന് പറഞ്ഞാൽ ഒരു 5% മൂവ്മെൻറ്റ് ഫസ്റ്റ് 290 റേഞ്ച്. ആൻഡ് അവിടെ വന്നിട്ട് ഈ സ്റ്റോക്ക് പെർഫോം ചെയ്യുന്ന റേഞ്ച് നോക്കിയ ശേഷം ബാക്കി പെർസ്പെക്റ്റീവ് ഞാൻ പറയുന്നതായിരിക്കും. ഒരു 300 റേഞ്ച് രണ്ടാമത് ആൻഡ് 444 ഇതാണ് ഞാൻ വയ്ക്കുന്ന ടാർഗറ്റ്. ഇത്രയും ഒരു 27% മൂവ്മെൻ്റ് ആണ് ഞാൻ ഇതിന് വച്ചിരിക്കുന്ന ഒരു പെർസ്പെക്റ്റീവ്. ഓക്കെ, ആൻഡ് ഇത് ഷോർട്ട് ടേം മനസ്സിൽ കണ്ടതുകൊണ്ട് തന്നെ 250 റേഞ്ച് ബ്രേക്ക് ചെയ്ത് താഴെ വരെയാണെങ്കിൽ മേ ബി ഞാനത് എൻ്റെ ലോസ് ബുക്ക് ചെയ്യും. 250 റേഞ്ച് ബ്രേക്ക് ചെയ്ത് താഴെ നല്ല രീതിയിലായിട്ടാണ് പ്രൈസ് ആക്ഷൻ പോകുന്നതെങ്കിൽ ഞാൻ ഈ റേഞ്ച് ബുക്ക് ചെയ്യും. ആൻഡ് 220-200 റേഞ്ചിൽ വീണ്ടും ആഡ് ചെയ്യാനാണ് എൻ്റെ പ്ലാൻ. നിലവിൽ ഈ സ്റ്റോക്ക് നല്ല സ്ട്രെങ്ത്തിൽ മൂവ് ചെയ്യുകയാണ്. ഓക്കെ, BLSC സർവീസ് എന്ന് പറഞ്ഞ കമ്പനി നല്ല സ്ട്രെങ്ത്തിൽ ഹോൾഡ് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ എന്തായാലും ഹോൾഡ് ചെയ്യാനാണ് തീരുമാനം. 300-340 റേഞ്ചിലേക്ക് ഈ സ്റ്റോക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനാണ് എൻ്റെ ഒരു നിലവിലെ തീരുമാനം. ഓക്കെ, ഇതിപ്പോൾ ഞാൻ പഠിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട്, അതായത് നിങ്ങൾക്ക് ഈ പ്രൈസ് ആക്ഷൻ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഭാഗമായിട്ടാണ് ഇത്രയും ലൈൻസും ഇതൊക്കെ വരച്ചത്. ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ ചാർട്ട് എപ്പോഴും ക്ലീൻ ആയിരിക്കും, ഇങ്ങനെ ഇത്രയും വലിയ കാര്യങ്ങളൊന്നും വരച്ചിടാറില്ല ഞാൻ. ഓക്കെ, അടുത്ത സ്റ്റോക്ക് ഞാൻ പറയുകയാണ് LTTS. ഓക്കെ, LTTS നിങ്ങൾ നോക്കുക, സിമ്പിളാണ്. പ്രൈസ് ആക്ഷൻ്റെ ബേസിക്സ് അറിയാവുന്നവർക്ക് അറിയായിരിക്കും. ഇതൊരു ജസ്റ്റ് ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് സ്റ്റോക്കാണ്, ട്രയാങ്കിൾ പാറ്റേൺ ഉണ്ട്. അപ്പം ഡൗൺ സൈഡ് വന്ന സ്റ്റോക്കാണ്. ഓക്കെ, LTTS നിങ്ങൾ ശ്രദ്ധിക്കുക, ഡൗൺ സൈഡ് വന്ന സ്റ്റോക്കാണ്. ആൻഡ് ഇവിടെ നിന്നും ഒരു എന്താ പറയുക, നല്ലൊരു ഡിമാൻഡ് സോണിൽ നിന്നും ഉള്ള റിയാക്ഷൻ കണ്ടാണ് ഞാൻ ഈ സ്റ്റോക്ക് വാങ്ങിയത്. നിലവിൽ ഞാൻ എൻ്റെ എന്താ പറയുക റേഞ്ച് വാങ്ങിയത് 3303 റേഞ്ചിലാണ് ഞാൻ വാങ്ങിയത്. ഈ റേഞ്ച് അല്ല, 3000 അല്ല, 3340 റേഞ്ചിലാണ് ഞാൻ വാങ്ങിയത്. നിലവിൽ ഇത് ട്രേഡ് ചെയ്യുന്നത് 3435 ആണ്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഒരു സ്ട്രോങ് ആയിട്ടുള്ള വോളിയം ബേസ്ഡ് ബ്രേക്ക് ഔട്ട് ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, നല്ല വോളിയത്തിൽ ഒരു തവണ ബ്രേക്ക് ഔട്ട് ഉണ്ട്. ആൻഡ് അതിനുശേഷം ഒരു പുൾ ബാക്ക് ആണ് നടക്കുന്നത്. സോ നെവർ മൈൻഡ്, ഞാൻ ഇതിൻ്റെ ടാർഗറ്റ് വെച്ചേക്കുന്നത് 3920 ആണ്. ഓക്കെ, അപ്പം ഇനിയും ഈ ഏരിയയിൽ നിന്ന് ഒരു 12% പ്രോഫിറ്റ് ബുക്ക് ചെയ്യണമെന്നാണ് ഫസ്റ്റ് ഞാൻ കരുതുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ ക്ഷമയോടെ കാത്തിരിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. കാര്യം അത്യാവശ്യം നല്ലൊരു ബ്രേക്ക് ഔട്ട് ക്യാൻഡിൽ, അതിനുശേഷം ആ ബ്രേക്ക് ഔട്ട് ക്യാൻഡിൽ വന്ന പൊസിഷനാണ് എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത്. കാര്യം എന്ന് പറയുന്നത് അത്യാവശ്യം നല്ലൊരു ഡിമാൻഡ് ഏരിയയിലാണ് ആ ഒരു ബ്രേക്ക് ഔട്ട് ക്യാൻഡിൽ വന്നത്. സോ എന്തായാലും ഞാൻ കുറച്ച് ഹോൾഡ് ചെയ്യും. ആൻഡ് ഈ ഡിമാൻഡ് ഏരിയയിലോട്ട് വരുവാണെങ്കിൽ അടുത്ത ക്വാണ്ടിറ്റി ഞാൻ വീണ്ടും ആഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇങ്ങനെയാണ് ഞാൻ മാർക്കറ്റിനെ സമീപിക്കുന്നത്. വെയിറ്റ് ചെയ്ത് ഇതിൻ്റെ സ്റ്റോപ്പ് ലോസോടെ ആയിരിക്കും ഞാൻ കൊടുക്കുന്നത്. ഡിമാൻഡ് ഏരിയ ബ്രേക്ക് ചെയ്താലേ ഞാൻ സ്റ്റോപ്പ് ലോസ് കൊടുക്കത്തുള്ളൂ, അല്ലാത്ത പക്ഷേ ഞാൻ ഹോൾഡ് ചെയ്ത് ഇതിൻ്റെ മൂവ്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യും. LTTS അത്രയും ക്ഷമയോടെ ഞാൻ കാത്തിരിക്കാൻ തയ്യാറാണ്. ഓക്കെ, അടുത്ത സ്റ്റോക്ക് എന്ന് പറയുന്നത് കൊട്ടാക് മഹീന്ദ്ര. ഓക്കെ, കൊട്ടാക് മഹീന്ദ്ര ഞാൻ ഈ ഒരു ഏരിയയിൽ വാങ്ങിയതാണ്. ശേഷം ഞാൻ അടുത്ത വലിയൊരു ഗ്യാപ്പ് ഡൗൺ ഉണ്ടായിരുന്നു ഈ സ്റ്റോക്കിൽ. ശേഷം ഡൗൺ സൈഡ് വന്നു. അപ്പോഴത്തേക്കും ഞാൻ വലിയ ക്വാണ്ടിറ്റി കൺട്രോൾ ആയതുകൊണ്ട് വലിയ ടെൻഷനൊന്നും ഇല്ലായിരുന്നു. ഞാൻ 360 റേഞ്ചിൽ വീണ്ടും ഡിമാൻഡ് ഏരിയയിൽ വാങ്ങിക്കുകയാണ് ഉണ്ടായത്. ആൻഡ് ഇനി ഞാൻ ലക്ഷ്യം വയ്ക്കുന്നത് 420 ആൻഡ് 450 റേഞ്ചിലേക്കുള്ള ഒരു മൂവ്മെന്റ് ആയിരിക്കും ഞാൻ ലക്ഷ്യം വയ്ക്കുന്നത്. എൻ്റെ ലോസ് ഞാൻ ബുക്ക് ചെയ്യണത് 355 റേഞ്ചിന് താഴെ വന്നാൽ മാത്രമേ എൻ്റെ ലോസ് ബുക്ക് ചെയ്യത്തുള്ളൂ. അപ്പോൾ 2 പ്രാവശ്യമായിട്ട് ഞാൻ ക്വാണ്ടിറ്റി ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഏരിയയിലും പിന്നെ ഈ ഒരു ഡിമാൻഡ് ഏരിയയിൽ ഞാൻ ക്വാണ്ടിറ്റി ആഡ് ചെയ്തു, ആവറേജിലാണ്. ഇനി ഞാൻ ലക്ഷ്യം വെക്കുന്നത് 400 ആൻഡ് 450 റേഞ്ചിലേക്ക് ഈ സ്റ്റോക്ക് മൂവ് ചെയ്യുന്നവരെ ഞാൻ വാങ്ങി ഹോൾഡ് ചെയ്യാനാണ് ഞാൻ തീരുമാനിച്ചത്. കാര്യം ഇന്നലത്തെ ആ ഒരു ക്യാൻഡിൽ നിങ്ങൾ ശ്രദ്ധിച്ചാണ്, ഒരു നല്ല ബ്രേക്ക് ഔട്ട് ക്യാൻഡിൽ ഇവിടെ വന്നു. അത് ആ വന്ന പൊസിഷനാണ് എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഞാൻ കണക്കാക്കുന്നത്. കാര്യം ഒരു ഡിമാൻഡ് ഏരിയയിലാണ് ഇത്രയും നല്ലൊരു ക്യാൻഡിൽ വന്നത്. സോ ഞാൻ ഹോൾഡ് ചെയ്യാനാണ് എൻ്റെ ഡിസിഷൻ. കൊട്ടാക് മഹീന്ദ്ര ബാങ്ക് നല്ല പ്രൈസ് ആക്ഷൻ കാണുന്നുണ്ട്. ആൻഡ് എൻ്റെ ഒരു ടാർഗറ്റ് ഞാൻ നിശ്ചയിച്ചിരിക്കുന്നത് ഒരു 10-15% മൂവ്മെന്റ് ക്യാച്ച് ചെയ്യാനായിരിക്കും കൊട്ടാക് മഹീന്ദ്രയിൽ ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത സ്റ്റോക്ക് ഒബ്രിയോ റിയാലിറ്റി. നമ്മുടെ ടെലിഗ്രാം ചാനൽ ഉള്ളവർക്ക് നന്നായിട്ട് അറിയാം. ഞാനിത് ഒബ്രിയോ റിയാലിറ്റി
1678 റേഞ്ചിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്തിട്ടുള്ളത് ജോയിൻ ചെയ്യുക. ഞാൻ അത്യാവശ്യം ഫോക്കസ് ചെയ്യുന്ന കമ്പനികൾ, റിസൾട്ടുകൾ, മാർക്കറ്റിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ന്യൂസസ് എല്ലാം ഞാൻ ഇതിൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. എൻ്റെ പേഴ്സണൽ ട്രേഡ് അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. സോ ഇതുവരെ ജോയിൻ ചെയ്തിട്ടുള്ളവർ ജോയിൻ ചെയ്യുക, ഹെൽപ്ഫുൾ ആയിരിക്കും. എൻ്റെ വാട്സാപ്പ് ചാനലും ഉണ്ട്, അത് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ദയവായിട്ട് ജോയിൻ ചെയ്യുക, നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. ഓക്കെ, അപ്പോൾ ഒബ്രിയോ റിയാലിറ്റി നിങ്ങൾ നോക്കുവാണെങ്കിൽ പെട്ടെന്ന് നോക്കുമ്പോഴത്തേക്ക് അയ്യോ സെല്ലിംഗ് ആണ്, പ്രത്യേകിച്ച് ഒന്നും തോന്നത്തില്ല. ബട്ട് നിങ്ങളിവിടുത്തെ പ്രൈസ് ആക്ഷൻ കുറച്ച് ശ്രദ്ധിക്കുക. ഈ ഒരു ബേസയിൽ നിന്ന് മോസ്റ്റ്ലി 27% മൂവ്മെന്റ് ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അവിടെ നിന്നും മാർക്കറ്റ് എന്താ നടക്കുന്നത്, അവിടെ നിന്നും ഒരു ഡൗൺ സൈഡ്, ഒരു റേറ്റ് ടെസ്റ്റ് ആണ് നടക്കുന്നത്. ഓക്കെ, ആ റേറ്റ് ടെസ്റ്റിന് ശേഷം മാർക്കറ്റ് എന്താ സംഭവിക്കുന്നത്, ഇന്നലത്തെ ക്ലോസിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ റെഡ് ക്യാൻഡിലിനെ എന്താ പറയുക മറികടന്ന് ഒരു ക്യാൻഡിൽ ഉണ്ടായി. ഓക്കെ, സോ ഞാൻ ഇതിനെ ക്ലോസ്ലി വാച്ച് ചെയ്യുകയാണ്. ഞാൻ കുറച്ച് ക്വാണ്ടിറ്റി ഹോൾഡ് ചെയ്യുന്നുണ്ട്. എന്താ പറയുക, വേറെ ഒന്നും എക്സ്ട്രാ ആവറേജും ചെയ്തിട്ടില്ല. കുറച്ച് ക്വാണ്ടിറ്റി ഹോൾഡ് ചെയ്തു, നിലവിൽ ലോസിലാണ്. ആൻഡ് ഞാൻ എന്താ ശ്രദ്ധിക്കുക, ഇനി ഇവിടെ നിന്ന് ഈ ക്യാൻഡിൽ ബ്രേക്ക് ചെയ്ത് അപ്സൈഡ് പോകുമോ എന്നുള്ളതാണ് എൻ്റെ ഒരു വാച്ച് ലിസ്റ്റിൽ ഞാൻ കണക്കാക്കുന്നത്. 6% നിലവിൽ ഇനിയുള്ള മൂവ്മെന്റ് ക്യാച്ച് ചെയ്യാൻ നോക്കും. ആൻഡ് അതിനുശേഷം ഞാൻ ബാക്കി ഡിസൈഡ് ചെയ്യും. ഈ ഒരു ഏരിയയിൽ മാർക്കറ്റിൽ സെല്ലിംഗ് പ്രഷറിനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഞാനിവിടെ കുറച്ച് കോഷ്യസ് ആയിട്ടിരിക്കുകയാണ്. ഓക്കെ, ഒബ്രിയോ റിയാലിറ്റി. അപ്പം ഇതിൻ്റെ ഇടയിൽ വരുന്ന സ്മോൾ ഡിസ്റ്റർബൻസസ് നിങ്ങൾ ക്ഷമിക്കുക. വോയിസിൽ വരുന്നതും പിന്നെ അത് ഞാൻ വീട്ടിൽ നിന്നല്ല റെക്കോർഡ് ചെയ്യുന്നത്, അപ്പം അതിൻ്റെതായ ചെറിയ ബുദ്ധിമുട്ടുകളുണ്ട്. സോ ക്ഷമിക്കുക. ഓക്കെ, നിങ്ങൾ കണ്ടന്റ് മാത്രം ശ്രദ്ധിക്കുക. ഒബ്രിയോ റിയാലിറ്റി നിങ്ങൾ അങ്ങനെ ഫോക്കസ് വെച്ചേക്കുക. ഓക്കെ, അടുത്തത് മുഫിൻ ഗ്രീൻ ഫിനാൻസ്. ഇത് ഞാൻ വളരെ ലോവർ റേഞ്ചിൽ നിന്ന് വാങ്ങി ഹോൾഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എൻ്റെ പേഴ്സണൽ ഗ്രൂപ്പിലുള്ളവർക്ക് അറിയാം, നമ്മൾ മുഫിൻ ഗ്രീൻ ഫിനാൻസ് ഹോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതിൽ മീഡിയം ടൈം പെർസ്പെക്റ്റീവ് ഞാൻ പറയുകയാണ്. അടുത്ത് ഇനി ക്വാണ്ടിറ്റി ആഡ് ചെയ്യാനുള്ള അവസരം ഉണ്ടാവോ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ കണ്ട് ലോങ് ടേം ട്രെൻഡ് ലൈൻ ഇവിടെ ഉണ്ട്. അപ്പം ബേസിക്കലി എനിക്ക് ഇനി എവിടെയാണ് ഈ ക്വാണ്ടിറ്റി, ഞാൻ കുറച്ച് ലോ ലെവലിൽ നിന്ന് ആഡ് ചെയ്താണ് പോകുന്നത്. അപ്പോൾ ഇനി ഞാൻ ഫോക്കസ് ചെയ്യുന്ന സോണ്, ഒരു ആഡ് ചെയ്യാൻ പറ്റിയ സോണ് 130 എന്ന് പറയുന്ന സോൺ അത്യാവശ്യം നല്ല രീതിയിൽ ആഡ് ചെയ്യാൻ പറ്റിയ സോണാണ്. ആൻഡ് അടുത്ത മുഫിൻ ഗ്രീൻ ഫിനാൻസിൻ്റെ അടുത്ത റേഞ്ച്, ഞാൻ വാങ്ങാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന റേഞ്ച് ഇതാണ് എന്ന് ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. നിലവിൽ ഇവിടുത്തെ പ്രൈസ് ആക്ഷൻ, ഒരു ഷോർട്ട് ടേം പ്രൈസ് ആക്ഷൻ നിങ്ങൾ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് 127 റേഞ്ചിൽ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് എവിടെ നിന്നാണ് ഈ സെല്ലിംഗ് പ്രഷർ വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ലോങ് ടേം ഒരു സപ്ലൈ ഇവിടെ നിൽപ്പുണ്ട്. 140 റേഞ്ച് ഒരു ലോങ് ടേം സപ്ലൈ ആണ്. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ എന്തുകൊണ്ട് ഹോൾഡ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഞാൻ ഈ സപ്ലൈ ബ്രേക്ക് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ അതുകൊണ്ടാണ് ഞാൻ ലോവർ ലെവലിൽ നിന്നേ വാങ്ങിച്ച് വരുന്നത്. ആൻഡ് കുറച്ച് ക്വാണ്ടിറ്റി ചെയ്താൽ വെച്ചാണ് വാങ്ങി വരുന്നത്. അതാകുമ്പം നമുക്ക് ഫിനാൻസ് വലിയ ഇഷ്യൂസ് ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ മുഫിൻ ഞാൻ പ്ലാൻ ചെയ്യുന്നത്, ഇനി ഞാൻ ക്വാണ്ടിറ്റി ആഡ് ചെയ്യുമെന്നുണ്ടെങ്കിൽ ഒരു ഫുൾ ബാക്ക് കിട്ടണം. ഈ 110 റേഞ്ചിൽ ഫുൾ ബാക്ക് കിട്ടിയാലേ ഞാൻ ക്വാണ്ടിറ്റി ആഡ് ചെയ്യും. അല്ലാത്ത പക്ഷം ഞാനിത് ഉള്ള ക്വാണ്ടിറ്റി ഹോൾഡ് ചെയ്യും. ആൻഡ് നിലവിൽ നിങ്ങൾ നോക്കിയാൽ നിലവിൽ നല്ലൊരു പ്രൈസ് ആക്ഷൻ ഇവിടെ കാണുന്നുണ്ട്. 130 റേഞ്ചിൽ നിന്ന് ഈ സ്റ്റോക്ക് ഞാൻ വെയിറ്റ് ചെയ്യുന്നത് ഈ 140 to 150 റേഞ്ച് ബ്രേക്ക് ചെയ്യാനാണ്. എങ്കിൽ 180 റേഞ്ചിലേക്ക് ഒരു ക്വിക്ക് മൂവ്മെന്റ് കാണും. സോ ഞാനിത് ടൈം കൊടുക്കാൻ പറയുന്ന ഒരു സ്റ്റോക്കാണ് മുഫിൻ ഗ്രീൻ ഫിനാൻസ് എന്ന് പറയുന്നത്. എന്തായാലും 150 റേഞ്ച് ബ്രേക്ക് ചെയ്യണ വരെ സ്ലോ മൂവ്മെന്റ് ആയിരിക്കും. അതിനുശേഷം ഒരു പേസ് കിട്ടാനാണ് പോസിബിലിറ്റി ഉള്ളത്. സോ മുഫിൻ ഗ്രീൻ ഫിനാൻസ് ഒരു 3 to 6 മന്തും കൂടെ നിങ്ങൾ ഫോക്കസ് ചെയ്യുക. അത്യാവശ്യം നല്ല മൂവ്മെന്റ് കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, അടുത്ത സ്റ്റോക്ക് ഞാൻ പറയാം. അടുത്തത് ബാങ്കിങ് സ്റ്റോക്കാണ്, ICICI ബാങ്ക്. ഇതെല്ലാം ഞാൻ ഹോൾഡ് ചെയ്യുന്ന കമ്പനികളാണ്. ആൻഡ് സ്റ്റിൽ ഗുഡ് എന്ന് ഫീൽ ചെയ്ത കമ്പനികളാണ് ഞാൻ എടുക്കുന്നത്. സോ ICICI ബാങ്ക് വളരെ ക്ലിയർ കട്ട് പ്രൈസ് ആക്ഷൻ നമുക്കിവിടെ കാണാൻ സാധിക്കും. ICICI ബാങ്കിന്റെ ഒരു ലോങ് ടേം സപ്ലൈ എന്ന് പറയുന്നത് 1439, അതായത് 1450 നമുക്ക് കണക്കാക്കാം. ഓക്കെ, എന്നാലേ ഒരു ഇത് കാണത്തുള്ളൂ. ഇപ്പോൾ 1450 റേഞ്ച് മാർക്കറ്റിന്റെ ഒരു ലോങ് ടേം സപ്ലൈ ആണ്. അപ്പോൾ നിങ്ങളിവിടെ ഫോക്കസ് ചെയ്യേണ്ട കാര്യമെന്ന് പറയുന്നത് സ്റ്റോക്ക് എന്ത് ചെയ്തു എന്നുള്ളതാണ്. ഈ ഒരു ഹയർ റേഞ്ചിൽ നിന്നും ഡൗൺ സൈഡ് വരിക. ഓക്കെ, ക്ലിയർ കട്ട് ഡൗൺ ട്രെൻഡിൽ നിന്ന് വന്നു, ആൻഡ് ഡൗൺ ട്രെൻഡിൽ നിന്നും റിവേഴ്സ് ചെയ്തു. ഓക്കെ, അപ്പോൾ നിങ്ങളിവിടെ ശ്രദ്ധിക്കുക, ഒരു സ്റ്റോക്കിൻ്റെ നമ്മൾ എത്ര ക്ഷമ വേണം, ലോങ് ടേം ഇൻവെസ്റ്ററിനായാലും എത്ര ക്ഷമ വേണോ, നിങ്ങളിവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇവിടെ നിന്നും ഈ സ്റ്റോക്ക് റിവേഴ്സ് ആയ ശേഷം കണ്ടില്ലേ, നല്ല രീതിയിൽ ഡൗൺ സൈഡ് വന്നു. അപ്പോൾ ഈ സ്റ്റോക്ക് ഈ ഒരു ഏരിയയിൽ വാങ്ങി ഹോൾഡ് ചെയ്യുന്ന പലർക്കും എന്താ പറയുക, ഇവിടെ നിന്ന് വന്നു തിരിച്ച് ഈ ഒരു ഏരിയയിൽ വരുമ്പോൾ എത്ര പെർസെൻറ്റേജ് ലോസ് വന്ന് കാണുമെന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ. ഈ ഒരു ഏരിയയിൽ നിന്നും 19% പ്രോഫിറ്റിലായ സ്റ്റോക്ക് തിരിച്ച് വീണ്ടും ഡൗൺ സൈഡ് വന്നിട്ടാണ് ഈ സ്റ്റോക്ക് വീണ്ടും റിവേഴ്സലിലേക്ക് പോയത്. സോ ഒരു ലോങ് ടേം പെർഫോമർ ആണ് നിങ്ങളെങ്കിൽ, ലോങ് ടേം സ്റ്റോക്ക് വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആളാണ് നിങ്ങളെങ്കിൽ, നിങ്ങൾ ഇതുപോലെ പല കാര്യങ്ങളും മറികടന്ന് പോവേണ്ടി വരും. ഓക്കെ, അപ്പം ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക,
ICICI ബാങ്കിൽ ഇനിയുള്ള പ്രൈസ് ആക്ഷൻ നമുക്കൊന്ന് ഫോക്കസ് ചെയ്യാം. ആൻഡ് മാർക്കറ്റ് എന്താണ് ടെൻഡൻസി കാണിക്കുന്നത്? 1440 എന്ന് പറയുന്ന ഈ റേഞ്ച് ബ്രേക്ക് ചെയ്യാനാണ് ടെൻഡൻസി കാണിക്കുന്നത്. വീക്ക്ലി ചാർട്ട് എടുത്ത് നോക്കിയാൽ വീക്ക്ലി ചാർട്ടിൽ മാർക്കറ്റ് ആ ഒരു ക്യാൻഡിൽ ആ ഒരു ഏരിയ ബ്രേക്ക് ചെയ്യാനായിട്ടുള്ള മൂവ്മെൻറ്റ് പോസിബിലിറ്റി കാണിക്കുന്നുണ്ട്. സോ ഇനിയുള്ള ദിവസങ്ങൾ ഇതിൽ ക്രൂഷ്യലാണ്. ആൻഡ് ഒരുപാട് സെല്ലിംഗ് പ്രഷർ വരാം, നമ്മളെ പാനിക്കിലാക്കുന്ന ഒരുപാട് പരിപാടികൾ മാർക്കറ്റ് ഇനിയുള്ള ദിവസങ്ങളിൽ മേ ബി കാണിച്ചേക്കാം. സോ ഞാൻ ഇനി ഫോക്കസ് ചെയ്യുന്നത് ഇത് ബ്രേക്ക് ആവുമോ ഇല്ലയോ എന്നുള്ളതാണ്. 1500 എന്ന് പറഞ്ഞ സോണ് മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളതാണ്. അപ്പോൾ 1500 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു പോസിറ്റീവ് മൂവ്മെൻറ്റ് ICICI ബാങ്കിൽ ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ആൻഡ് അതുവരെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, വാച്ച് ചെയ്യാം എന്താണ് ഇതിൻ്റെ പ്രൈസ് ആക്ഷൻ നടക്കുന്നതെന്ന്. ഫ്യൂച്ചറിൽ ഇതുപോലത്തെ സിമിലർ പ്രൈസ് ആക്ഷൻസ് പല സ്റ്റോക്സിലും കാണും. നമുക്ക് അപ്പോഴത്തേക്കും ഈ ട്രേഡ് ലോജിക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. ഓക്കെ, സോ ഇതിൽ എവിടെയാണ് വീക്ക്നെസ് ഉണ്ടാവുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1300 ഈ റേഞ്ച് ബ്രേക്ക് ചെയ്ത് താഴെ വന്നാലേ വീക്ക്നെസ് ഉണ്ടാവത്തുള്ളൂ ICICI ബാങ്കിൽ. കാര്യം ഈ റേഞ്ച് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഓക്കെ നമുക്ക് പറയാം മാർക്കറ്റ് വീണ്ടും ഒരു ഡൗൺ ട്രെൻഡിലേക്ക് പോയെന്നു. അല്ലാത്ത പക്ഷം ഈ സ്റ്റോക്ക് വരുന്ന ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരുന്ന വീക്സ് നല്ല രീതിയിൽ പെർഫോം ചെയ്യുമെന്നാണ് എൻ്റെ ഒരു കാൽക്കുലേഷൻ. 1360 റേഞ്ച് ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമ്മൾ അത്രയും എന്താ പറയുക പാനിക്കിലേക്ക് പോകേണ്ട ആവശ്യമുള്ള ICICI ബാങ്കിൽ ഇൻവെസ്റ്റേഴ്സിന്. അല്ലാത്ത പക്ഷം ഹോൾഡ് ചെയ്യുക, നമുക്ക് നോക്കാം. ഓക്കെ, സോ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ ഇതുവരെയായിട്ടും ജോയിൻ ചെയ്തിട്ടില്ല, ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്തിട്ടില്ല എങ്കിൽ ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് പേഴ്സണൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജും ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ താങ്ക് യു.